റെസ്റ്റോറൻറ്റുകളിലും കല്യാണ വീടുകളിലും കിട്ടുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമുക്കിന്ന് നോക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് ഭയങ്കര രുചിയുള്ള ഒരു കുറുമയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ ഉള്ളി നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ വേണം വഴറ്റി കൊടുക്കാൻ. അപ്പോഴാണ് കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടാറ്. റെസ്റ്റോറൻറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കുറുമയുടെ അതേ ടേസ്റ്റാണ് ഈ കുറുമക്ക്. കാരണം നമ്മൾ അത്യാവശ്യം കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റി കൊടുക്കാൻ. അതിൻ്റെ പച്ചക്കുത്തൽ മാറിക്കഴിയുന്നത് വരെ വേണം വഴറ്റി കൊടുക്കാൻ. ഞാൻ ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമുക്ക് 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി വഴറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് പൊത്തി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുക്കായി കിട്ടും. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ. നമുക്കിനി കുറച്ച് സമയം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഫെനൽ സീഡ്സ് പൊടിച്ചത്, പെരിഞ്ജീരകം പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനിവിടെ ഏകദേശം 1 മിനിറ്റ് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വഴറ്റി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പച്ചമുളകെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് പിന്നെയും വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് വരെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അടച്ച് വെക്കുന്നില്ല. ഏകദേശം ഞാനൊരു 8 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തേങ്ങ അരച്ചെടുക്കാം. ഞാനൊരു ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഞാൻ ഒരു 10 കാഷ്യൂസ് കൂടി അരച്ചെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിക്കൻ ഏകദേശം നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചിക്കൻ വേവുന്നതിന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്യൂം കൂടിയിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്ത് നമുക്ക് കാണാം. ഇത് ഒഴിച്ചതിന് ശേഷം അതേ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും കാഷ്യൂം കൂടി അരച്ച അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി ഗ്രേവി ലൂസായിട്ട് വേണ്ട ആൾക്കാർക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. എനിക്ക് ഇതേപോലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ഇഷ്ടം. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കുറുമയാണിത്. നെയ്ച്ചോറിനായാലും ചപ്പാത്തിക്കായാലും പൊറോട്ടക്കായാലും പത്തിരിക്കായാലും ഏത് കോമ്പിനേഷൻ ആയാലും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടി നല്ല ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഒരു പൊടിയായി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഏകദേശം നല്ല ഒരു തിള വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളിത് ഓഫ് ചെയ്യുക.
കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു നുള്ളി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഈ കറിക്ക് എപ്പോഴും നല്ലൊരു ഗരം മസാലയുടെയും കറിവേപ്പിൻ്റെ എല്ലാം സ്മെല്ലാണ് ഉണ്ടാവല്. സോ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.